യോഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ബസ്ക്യാം അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും വനിതകളുടെ ശബ്ദവുമായ ബഹുമാന്യായ ജെസ്സി വർഗീസ് കൊച്ചമ്മയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്ദ്യ തോമസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്, അഭിവന്ദ്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പൊലീത്ത, പരിമല സെമിനാരിയുടെ മാനേജർ വന്യ ഔഗൻ റമ്പാച്ചൻ, ബസ്ക്യാം അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻറ്റ് ആദരണീയനായ ജോർജ് മാത്യു അച്ഛൻ, ബഹുമാനായ പൗലോസ് അച്ഛൻ, ബഹുമാനായ വറീസ് മാത്യു അച്ഛൻ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാന്യായ വൈസ് പ്രസിഡന്റ് ശ്രീമതി ബേബിക്കുട്ടി തരകൻ, ട്രഷറർ പ്രിയപ്പെട്ട ഏലിയാമ്മ കൊച്ചമ്മ, അഖില മലങ്കര യുവജന പ്രസ്ഥാന ജനറൽ സെക്രട്ടറി PY ജസനച്ചൻ, മറ്റ് ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ള കൊച്ചുമാരെ, പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് അഖില മലങ്കര ബസ്ക്യാം അസോസിയേഷൻ്റെ ഒരു സമ്മേളനം ഇദംപ്രദമായി പരിമലയിൽ നടക്കുന്നു എന്നതിൽ അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട്, അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്, കടപ്പാടുണ്ട്. ബസ്ക്യാം അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കഴിഞ്ഞ 34 വർഷങ്ങളായി മലങ്കര സഭയിൽ അസോസിയേഷനായി കൂടുന്നുണ്ട് എങ്കിലും ഇത്തരം ഒരു സാഹചര്യത്തിൽ, ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒന്നിച്ചു കൂടുന്നതിന് അവസരം തന്ന ദൈവത്തെ ആദ്യം സ്തുതിക്കുന്നു. ഈ ഒരു ദിവസത്തെ പ്രത്യേകത നമുക്കറിയാം. ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ്. ഈ ദിവസം നമുക്കായി ഈ പ്രോഗ്രാം വന്യ റമ്പാച്ചൻ നൽകിയപ്പോൾ എത്ര പേർക്ക് ഇതിൽ സംബന്ധിക്കുവാൻ സാധിക്കും എന്ന് വളരെ സംശയമുണ്ടായിരുന്നു. തിങ്കളാഴ്ച ദിവസമാണ്, വർക്കിംഗ് ഡേ ആണ്. എങ്കിൽ പോലും ആദ്യമായി നമുക്ക് ലഭിക്കുന്ന ഒരു പദവി എന്ന് തന്നെ ഞാൻ കരുതുകയാണ് ഇത്തരം ഒരു സാഹചര്യം. അത് ഒഴിവാക്കേണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഈ സമ്മേളനം വിളിച്ചു കൂട്ടുന്നതിന് ഇടയായിട്ടുള്ളത്. നമുക്കറിയാം, സാധാരണയായി അഖില മലങ്കര തലത്തിൽ ഏപ്രിൽ മാസത്തിൽ നമ്മൾ ക്യാമ്പുകൾ നടത്തി ഈ കൂട്ടായ്മ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിലുപരിയായി ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ പെരുന്നാളിനോടനുബന്ധിച്ച്, ഈ വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നമുക്കിവിടെ സമ്മേളിക്കുവാൻ സാധിച്ചത് ദൈവത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. അതിലുള്ള സന്തോഷം എല്ലാ ഭാരവാഹികളെയും, പ്രത്യേകിച്ച് വന്യ ഔഗേൻ റമ്പാച്ചിനെയും ഇതിൻ്റെ മറ്റെല്ലാ കമ്മിറ്റിക്കാരെ അറിയിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമ്മേളനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അഭിവന്ദ്യനായ മാത്യൂസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത കാലം ചെയ്തതിന് ശേഷം, കഴിഞ്ഞ ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത കാലം ചെയ്തതിന് ശേഷം നമ്മുടെ പ്രസ്ഥാനത്തിന് ഒരു പ്രസിഡന്റ് തിരുമേനി ഇല്ലാതെ കഴിഞ്ഞ ക്യാമ്പ് പ്രസിഡന്റിൻ്റെ അസാന്നിധ്യത്തിലാണ് നടക്കുവാനിടയായത്. എന്നാൽ കഴിഞ്ഞ സുന്നകദോസിൽ അഭിവന്ദ്യ തോമസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പൊലീത്തയെ നമ്മുടെ പ്രസിഡന്റായി അവരോധിക്കുകയും ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തുകൊണ്ട് അഭിവന്ദ്യ അത്താനാസ്യോസ് തിരുമേനി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ആദ്യമായിട്ട് ബസ്ക്യാം അസോസിയേഷൻ്റെ പ്രസിഡന്റായതിനു ശേഷം ഇവിടെ എഴുന്നള്ളിയിരിക്കുകയാണ് അഭിവന്ദ്യ മെത്രാപ്പൊലീത്ത. വളരെ സന്തോഷമുണ്ട്. ഒരു നവജീവൻ ആവശ്യമായിരിക്കുന്ന, നവോത്ഥാനം ആവശ്യമായിരിക്കുന്ന ഒരു സംഘടനയാണ് ഇത് എന്ന് പറയുന്നതിൽ എനിക്കൊട്ടും വൈമനസ്യമില്ല. കാരണം ഇത് കുറച്ചു പേരുടെയൊക്കെ മാത്രമാണ് എന്ന തോന്നലോടുകൂടി പലപ്പോഴും സമ്മേളനങ്ങൾക്ക് ഏതാണ്ട് 1000 പേരോളം കൂടാവുന്ന ഈ ഒരു സമ്മേളനത്തിൽ അത്രയും ആളുകളുടെ പങ്കാളിത്തം പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ള വളരെ വിഷമകരമായ സാഹചര്യത്തിൽ ഒരു പുതുജീവൻ ഈ സംഘടനയ്ക്ക് പകർന്നു നൽകുന്നതിന് അഭിവന്ദ്യ അത്താനാസ്യോസ് തിരുമേനിക്ക് സാധിക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇന്നത്തെ ഈ സമ്മേളനത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്.
ഇടയ്ക്കിടയ്ക്കുള്ള ഒരു കൂടിവരവ്, അത് നമുക്ക് നമ്മുടെ സജീവതയെ വർദ്ധിപ്പിക്കണം. കൂടുതലായി സമൂഹത്തിലും സഭയിലും അനുഗ്രഹകരമായി പ്രവർത്തിക്കുവാൻ, കൂടുതൽ ഉന്മേഷം പകരുവാൻ നമുക്ക് ശക്തി പകരണം. സമൂഹത്തിൽ, സഭയിൽ ശക്തിഹീനരുടെ ശക്തിയും ശബ്ദരഹിതരുടെ ശബ്ദവുമായി പ്രവർത്തിക്കുവാൻ, നമ്മെ ആഹ്വാനം ചെയ്യുവാൻ ഈ കൂടിവരവുകൾ നമ്മെ സഹായിക്കണം. വെറും ചത്ത രീതിയിലല്ല, നല്ല ജീവനുള്ള, നല്ല ജീവൻ വെച്ച ഒരു സംഘടനയായി പ്രവർത്തിക്കുവാൻ, അതിലെ ഓരോ കണ്ണികളാകുവാൻ കൂട്ടുടമ്പടിക്കാരികളായി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ബെസ്ക്യോമ എന്ന ആ പദവിയുടെ മഹത്വവും മാനവും മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ, സമൂഹത്തിൽ ഉത്തമ സാക്ഷികളായി അതിലേറെ നന്മ ഉപദേശിക്കുവാനും നന്മ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും ഒക്കെ സാധിക്കുന്നവരായി മാറുവാൻ ഈ കൂടിവരവുകൾ നമ്മെ സഹായിക്കണം. പലപ്പോഴും ഒറ്റയ്ക്കുള്ള പ്രവർത്തനങ്ങൾ അത്ര സജീവതയിൽ അല്ല എങ്കിൽ പോലും ഈ കൂടിവരവുകളിലൂടെ കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് സഭയിലും സമൂഹത്തിലും പ്രവർത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുവാൻ ഈ കൂടിവരവ് ഉപകാരപ്രദമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ വാക്കുകൾ അവസാനിപ്പിച്ചുകൊള്ളട്ടെ. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ സമ്മേളനത്തിന് അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് അഭിവന്ദ്യ യൂഹാനോൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ടാണ്. അഭിവന്ദ്യ തിരുമേനി നമുക്കറിയാം, ഇന്ന് സഭയിൽ വളരെ ശക്തമായി തൻ്റെ ഭദ്രാസനത്തിന് നേതൃത്വം കൊടുക്കുകയും സഭയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായി ചുക്കാൻ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജോൺ പണിക്കരച്ഛനായി, ഏറ്റവും ഏവർക്കും പ്രിയപ്പെട്ടവനായി ഇന്ന് ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പോലീത്തയായി ഇന്ന് നമ്മോടൊപ്പം ഇരിക്കും. നമുക്കറിയാം, നമ്മുടെ സംഘടനയിൽ പല വർഷവും വന്ന് ക്ലാസ്സുകൾ എടുത്തൊക്കെ നമ്മെ സഹായിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ പ്രിയപ്പെട്ട അഭിവന്ദ്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കോറോസ് തിരുമേനി ഇന്ന് വളരെ തിരക്കുള്ള പരിപാടികളായിരുന്നു. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇവിടെ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം അഭിവന്ദ്യ തിരുമനസ് നിർവഹിക്കുകയുണ്ടായി. ഇനിയും മറ്റൊരു വിവാഹ കൂദാശയിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, പ്രിയപ്പെട്ട കൊച്ചുമ്മമാരോടുള്ള കരുതലുകൊണ്ട് അഭിവന്ദ്യ തിരുമനസ് ഇവിടെ ആയിരിക്കുകയാണ്. അഭിവന്ദ്യ പിതാവിനെ വളരെ സന്തോഷത്തോടുകൂടെ ഈ സമ്മേളനത്തിലേക്ക് സവിനയം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഭിവന്ദ്യ തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലീത്ത, ഞാൻ ആദ്യം സൂചിപ്പിച്ചു, നമ്മുടെ സംഘടനയുടെ പുതിയ പ്രസിഡൻ്റായി നമുക്ക് ആദ്യത്തെ മീറ്റിങ്ങിൽ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന അഭിവന്ദ്യ പിതാവിനെ ഞാൻ കഴിഞ്ഞ ദിവസം അഭിവന്ദ്യ തിരുമനസിനെ പോയി കണ്ടപ്പോൾ ഒത്തിരി ആശയങ്ങൾ നമ്മുടെ ഈ സംഘടനയ്ക്ക് സജീവത നൽകുന്നതിനായി, ഒരു പുനരുത്ഥാനം നൽകുന്നതിനായി ഒത്തിരി ആശയങ്ങൾ പങ്കുവെക്കുവാൻ അഭിവന്ദ്യ തിരുമനസിന് സാധിച്ചു. എനിക്ക് വലിയ പ്രതീക്ഷയാണ്, വലിയ പ്രത്യാശയാണ്. നമ്മുടെ സംഘടനയെ നന്നായി മുന്നോട്ട് നയിക്കുവാൻ കരുത്തുള്ള, മനസ്സുള്ള, ആത്മാർത്ഥതയുള്ള ഒരു പിതാവാണ്. തീർച്ചയായും അതിൻ്റേതായ ഫലം നമ്മുടെ സംഘടനയ്ക്കുണ്ടാകും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അഭിവന്ദ്യ തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലീത്തെ വളരെ ആദരപൂർവം ഈ സംഘടനയിലേക്കും പ്രത്യേകിച്ച് ഇന്നത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായും വളരെ ആദരവോടുകൂടെ സ്വാഗതത്തിൻ്റെ പൂച്ചെണ്ടുകൾ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. വന്യ ഔഗേൻ റമ്പാച്ചൻ, ഇന്ന് ഈ സമ്മേളനം ഇവിടെ നടക്കുന്നതിന് ഒരുപക്ഷെ കാരണക്കാരൻ വന്യ റമ്പാച്ചനാണ്. നമുക്കറിയാം, ഇന്ന് വരെ ഇങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ലഭിച്ചിട്ടില്ല, ആദ്യമായി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിലും നടക്കട്ടെ എന്ന് തീരുമാനിക്കുകയും ഇത് ഇങ്ങനെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, ഈ പരിപാടിക്ക് എൻ്റെ എല്ലാ നേതൃത്വവും നൽകിക്കൊണ്ടിരിക്കുന്ന വന്യ ഔഗേൻ റമ്പാച്ചനെ വളരെ സാദരം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി നമ്മൾ ക്ഷണിച്ചിരുന്നത് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ KC റോസക്കുട്ടി ടീച്ചർ അവർകളെയാണ്. വരാം എന്ന് സമ്മതിക്കുകയും നമ്മൾ അതനുസരിച്ച് നമ്മുടെ പരിപാടികളൊക്കെ ക്രമീകരിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഇന്നലെ വൈകിട്ട് ബഹുമാനിയായ ചെയർപേഴ്സൺ ഇന്ന് ഹൈക്കോടതിയിൽ ഒരു സിറ്റിംഗ് വിളിച്ചിട്ടുണ്ടായതുകൊണ്ട്
ഇന്ന് അവിടെ ചെന്നേ പറ്റുകയുള്ളൂ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വരില്ല എന്ന് അറിയിച്ചു. വളരെ വേഗത്തിൽ നമുക്ക് മറ്റൊരാളെ ക്രമീകരിക്കേണ്ടതായി വന്നു. പ്രിയപ്പെട്ട ശ്രീമതി മായ സൂസൻ ജേക്കബ്, വളരെ അഭിമാനത്തോടുകൂടി പറയട്ടെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അംഗം, മാവേലിക്കര പുതിയകാവ് ഇടവകയുടെ അരുമ സന്താനം, ഒരു നല്ല കൗൺസിലർ എന്ന നിലയിൽ ധാരാളം ക്ലാസ്സുകൾ എടുക്കുകയും പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണത്തിന് ആവശ്യമായ ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയും കൗൺസിലിംഗ് വിദഗ്ധ എന്ന രീതിയിൽ നന്നായി ശോഭിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മായ സൂസൻ ജേക്കബ്, വളരെ സന്തോഷമുണ്ട്. കാരണം വളരെ വേഗത്തിലാണ് വിളിച്ചത്. ഈ അടുത്ത സമയത്ത് വിളിച്ചപ്പോൾ ഉടൻ തന്നെ വരാം എന്ന് സമ്മതിച്ച ആ മഹാമനസ്കതയ്ക്ക് വളരെ നന്ദിയുണ്ട്. പ്രിയപ്പെട്ട മായ സൂസൻ ജേക്കബിനെ വളരെ സന്തോഷത്തോടുകൂടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ബഹുമാനായ ജോർജ് മാത്യു അച്ഛൻ, ഈ സംഘടനയ്ക്ക് ആവശ്യമായ ചുക്കാൻ പിടിച്ചുകൊണ്ട് നേതൃത്വം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ബഹുമാനായ ജോർജ് മാത്യു അച്ഛൻ കാതോലിക്കറ്റ് കോളേജിലെ പ്രൊഫസറായി ഈ വർഷം റിട്ടയർ ചെയ്ത് കൂടുതൽ സമയം ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി സമയം കണ്ടെത്തുന്നു. ബഹുമാനായ ജോർജ് മാത്യു അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ പൗലോസ് അച്ഛൻ, നമ്മുടെ ട്രഷറർ കൊച്ചമ്മ ഏലിയാമ്മ കൊച്ചമ്മയും അച്ഛനും ഒന്നിച്ചാണ് രാവിലെ കടന്നു വന്നത്. രണ്ടുപേരെയും, ബഹുമാനായ പൗലോസ് അച്ഛൻ പുതുപ്പള്ളി സ്വദേശിയാണ്, പൗലോസ് അച്ഛനെയും ഏലിയാമ്മ കൊച്ചമ്മയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സംഘടനയുടെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ബേവിക്കുട്ടി കൊച്ചമ്മ, നിരണം ഭദ്രാസന സെക്രട്ടറി, ഒപ്പം സംഘടനയുടെ വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിക്കുന്നു. ബഹുമാനിയായ ബേവിക്കുട്ടി തരകനെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ കൊല്ലം ഭദ്രാസനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അച്ഛനെ വളരെ തോമസ് പണിക്കർ അച്ഛനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയും ഈ സ്റ്റേജിലേക്ക് ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു. അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ അഖില മലങ്കര യുവജന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി PY ജസ്നച്ചൻ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങൾ മാറി നിന്ന് നോക്കിക്കാണുകയല്ല, ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൈത്താങ്ങലും നൽകിക്കൊണ്ട് വളരെ നന്നായി ഈ സംഘടന മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ എന്നോട് പലപ്പോഴും സംസാരിക്കുകയും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ബഹുമാനായ ജസനച്ചനെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠർ, ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ സന്തോഷപൂർവ്വം, ഞങ്ങളുടെ ശക്തി നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരായ ഭദ്രാസന സെക്രട്ടറിമാര്, കൊച്ചമ്മമാര്, ഇന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, വർക്കിംഗ് ഡേ ആണ് എങ്കിലും കുറേ ഏറെ ആളുകൾ ഇവിടെ പങ്കെടുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അതിനനുസരിച്ച് സെക്രട്ടറിമാർ ക്രമീകരിച്ചു. എന്നാൽ ഇന്നലത്തെ നമുക്കറിയാം, ബഹുമാനായ മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ ഒരാക്രമണം, അതിൻ്റെ പിന്നിലായി അല്ലെങ്കിൽ അതിനുശേഷം പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ട് പല കൊച്ചമ്മമാരും ഇന്ന് വരാനിറങ്ങിയിട്ട് തിരികെ പോയി എന്ന് അറിയുവാനായിട്ട് സാധിച്ചു. പല ഭദ്രാസനങ്ങളിൽ നിന്ന് അവരൊന്നിച്ച് തിരിക്കണം എന്ന് കരുതിയെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് കൂടുതൽ ആളുകൾ ഇന്നിവിടെ കടന്നു വന്നില്ല എന്നുള്ളതിലുള്ള വിഷമമുണ്ട്. എങ്കിലും ഇത്രയും പേര് ഇവിടെ കടന്നു വന്നു എന്നുള്ളതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് വന്നിട്ടുള്ള എല്ലാ കൊച്ചമ്മമാരെയും, പ്രത്യേകിച്ച് ഭദ്രാസന സെക്രട്ടറിമാർ, ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ബഹുമാനിയ ആദരണീയായ റേച്ചൽ കൊച്ചമ്മ, മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ബഹുമാനിയായ മിനി വർഗീസ് കൊച്ചമ്മ, തിരുവനന്തപുരം ഭദ്രാസന സെക്രട്ടറി പ്രിയപ്പെട്ട ഷൈനി കൊച്ചമ്മ, കൊല്ലം ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട ഷീബ പണിക്കർ കൊച്ചമ്മ, മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ കൊട്ടാരക്കര പുനലൂർ കൊട്ടാരക്കര ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട മിനി ജേക്കബ് കൊച്ചമ്മ, ഈ സംഘടനയുടെ മുൻ സാരഥിയായിരുന്ന ആദരണീയായ എലിസബത്ത് തോമസ് കൊച്ചമ്മ, അതുപോലെ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്, കഴിഞ്ഞ മാസം കൊച്ചമ്മമാരായി
അവരോധിക്കപ്പെട്ട 2-3 കൊച്ചമ്മമാർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതിൽ അവരെ പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഈ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ചെന്നൈ ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ടാണ്. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നതോസിൻ്റെ യുവത്വത്തിൻ്റെ ശബ്ദവും കൺവെൻഷൻ വേദികളിലും സെമിനാരി അധ്യാപകൻ എന്ന നിലയിലും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച അഭിവന്യ തിരുമനസ്സിനെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിനും അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനുമായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ബസ്ക്യാമ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പിതാവ് അഭിവന്യ തോമസ് മാർ അത്താനാസിസ് തിരുമേനി, വൈസ് പ്രസിഡന്റ് ജോർജ് മാത്യു അച്ഛൻ ഉൾപ്പെടെയുള്ള എല്ലാ വൈദികരുമേ, ജനറൽ സെക്രട്ടറി ജെസി കൊച്ചമ്മ ഉൾപ്പെടെയുള്ള എല്ലാ കൊച്ചമ്മമാരുമേ, ഇവിടെ ക്ലാസ് എടുക്കുവാൻ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മായ സൂസൻ, വന്യനായ റംബാച്ചൻ, എല്ലാവർക്കും പരിശുദ്ധ തൃത്വനാമത്തിൽ വന്ദനം. വളരെ സന്തോഷമുണ്ട് നിങ്ങളെ ഇത്രയും പേരെയും കുറച്ച് കസേരകളെയും ഒരുമിച്ച് കാണുന്നതില്ല. ഒരു വശത്ത് ഒരു വൈദികനും ഇരിപ്പുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചോദിച്ചു അച്ഛനോട്, കൊച്ചമ്മയ്ക്ക് വരാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാനാണ് വന്നതെന്ന് പറയുകയുണ്ടായി. അങ്ങനെയും ഇതിനകത്ത് പാർട്ടിസിപ്പേഷൻ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തായാലും ഈ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച് നിങ്ങളെല്ലാവരും ഇവിടെ വന്നു എന്ന് കാണുന്നത് സന്തോഷം. ആദ്യമായി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായി അവരോധിക്കപ്പെട്ടിരിക്കുന്ന അഭിവന്യ തോമസ് മാർ അത്താനാസിസ് പിതാവിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വ്യക്തിപരമായി ബലഹീന ഞാൻ എല്ലാ ആശംസകളും ഈ സമയത്ത് പ്രത്യേകമായി നേർന്നു കൊള്ളട്ടെ. പുതിയ കൊച്ചമ്മമാരായി വന്നവർക്കും പ്രത്യേക ആശംസകൾ. ഇനിയും ഇതുപോലെ കൊച്ചമ്മമാരുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 4-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു പിതാവാണ് അഫ്രാത്തസ് ദ സിറിയൻ. അഫ്രാത്തസ് സിറിയൻ എന്ന് പറയുന്ന പിതാവ് 23 പ്രബന്ധങ്ങൾ എഴുതിയിട്ടുണ്ട്. 23 ഡെമോൺസ്ട്രേഷൻസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. തൗഹിത്തോ എന്നാണ് സുറിയാനി പറയുന്നത്. 23 പ്രബന്ധങ്ങളിൽ ഒരെണ്ണം കന്യകമാരെ കുറിച്ചുള്ളതാണ്. കന്യകമാരെ കുറിച്ചാണ് ഒരു പ്രബന്ധം. ആ കന്യകമാരെ കുറിച്ചുള്ള പ്രബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് പരിശുദ്ധ സഭയിൽ കൊച്ചമ്മമാർക്ക് ഇട്ടിരിക്കുന്നത്. ബാസ്കിയോമോ എന്ന വാക്ക്. 2 വാക്കുകളുണ്ട്. ഒന്ന് ബ്നൈക്യോമോ, അച്ഛന്മാരെ അന്നല്ല ഇപ്പം, അച്ഛന്മാരെ ബ്നൈക്യോമോ എന്നും കൊച്ചമ്മമാരെ ബാസ്കിയോമോ എന്നും വിളിക്കുന്നു. അന്ന് യഥാർത്ഥ കന്യകമാരെ അഫ്രാത്തസ് സിറിയൻ വിളിച്ച വാക്കാണത്. പുരുഷന്മാരായ കന്യകമാരെ ബ്നൈക്യോമോകളെന്നും സ്ത്രീകളായ കന്യകമാരെ ബാസ്കിയോമോ എന്നും. ഉടമ്പടിയുടെ പുത്രന്മാരും ഉടമ്പടിയുടെ പുത്രിമാരും, സൺസ് ഓഫ് ദ കവനന്റ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ദ കവനന്റ്. കാലക്രമേണ അത് പരിശുദ്ധ സഭയിൽ ഈ 2 വാക്കുകളും വൈദികർക്കും വൈദികരുടെ സഹധർമ്മിണിമാർക്കുമായി മാറ്റപ്പെട്ടു. അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾ, ഞങ്ങൾ, വിവാഹിതരും അവിവാഹിതരും എന്ന വിഷയം ഇവിടെ ഇല്ല. നിങ്ങളും ഞങ്ങളും ഒക്കെ അഫ്രാത്തസ് സിറിയൻ്റെ
ഭാഷയിൽ പറഞ്ഞാൽ കന്യകമാരാണ്. കന്യകാത്വം സൂക്ഷിക്കുന്നവരാണ്. പരിശുദ്ധ സഭയിൽ സഭയുടെ കന്യകാത്വം വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് പുരോഹിതന്മാരും പുരോഹിതന്മാരോട് ചേർന്ന് നിൽക്കുന്ന കൊച്ചമ്മമാർ അല്ലെങ്കിൽ അമ്മായിമാരെന്ന് വിളിക്കുന്നവർ. ഞാൻ അമ്മായി എന്ന് പറഞ്ഞത് കോട്ടയത്തിന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കൊച്ചമ്മ കേൾക്കുകയില്ല. അമ്മായി എന്ന പദമാണുള്ളത്. കൊച്ചമ്മമാർ അല്ലെങ്കിൽ അമ്മായിമാർ എന്ന് വിളിക്കുന്നു. നമ്മളതുകൊണ്ട് സാധാരണ ഒരു ഭാര്യ എന്നതിനപ്പുറമായി എന്തോ ഒക്കെ നമ്മെക്കുറിച്ച് ദൈവവും കർത്താവിൻ്റെ ശരീരമായ സഭയും ഒക്കെ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. വൈദികരോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി, പണിക്കരച്ചനും അതുപോലെ തന്നെ വർഗീസ് അച്ഛനും കുരുവിള അച്ഛനും ഒക്കെ ഇവിടെ വന്നിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം കൊച്ചമ്മമാരെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. കൊച്ചമ്മമാരുടെ കൂട്ടത്തിലാണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് മാത്രമേ പോകുകയുള്ളൂ എന്നുള്ള ശാഠ്യക്കാരാണ് അവർ. നല്ല കാര്യം, അങ്ങനെ വേണം. കഴിഞ്ഞ കൊച്ചമ്മ, നമ്മുടെ റേച്ചൽ തോമസ് കൊച്ചമ്മ സെക്രട്ടറി ആയിരുന്ന കാലത്ത് മിക്കവാറും കാര്യങ്ങൾ തോമസ് അച്ഛനാണ് ഇവിടെ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പരസ്പരം കോംപ്ലിമെൻ്ററി ആയി ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പള്ളിയിൽ അച്ഛൻ പുതിയോ ഒക്കെ നടത്തി പാഴ്സണേജിലേക്കോ വീട്ടിലേക്ക് വരുമ്പം ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊടുത്ത് അച്ഛനെ തണുപ്പിക്കുന്നുവെങ്കിൽ അതൊരു നല്ല ശുശ്രൂഷയാണ്. അതാണ് കന്യകയുടെ ശുശ്രൂഷ. അതല്ലാതെ അച്ഛൻ്റെ മേലിൽ വീണ്ടും പണി കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമാകും, വലിയ പ്രശ്നമാകും. പരിശുദ്ധ മദ്ബഹായ്ക്ക് താഴെ നിന്ന് സഭാമക്കളെ, ദൈവമക്കളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം അച്ഛനേക്കാൾ കൂടുതൽ ആർക്കാ ഉള്ളത്? കൊച്ചമ്മമാർക്കാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം. ഇടവകയുടെ ശുശ്രൂഷയിൽ വൈദികൻ വ്യാപൃതനാകുമ്പോൾ അദ്ദേഹത്തെ പരിശുദ്ധ മദ്ബഹായുടെ താഴെ നിന്ന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ശുശ്രൂഷ നടത്തി സഹായിക്കുവാനായിട്ട് വിളിയാണ്. ഞാൻ ഈ പരിശുദ്ധ മദ്ബഹായുടെ താഴെ എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആരും കയറി മധുവായി നിന്ന് ശുശ്രൂഷിക്കരുത് എന്നതുകൊണ്ടാണ്. ചില കൊച്ചമ്മമാരെ കുറിച്ചൊക്കെ ഞാൻ അങ്ങനെ ചില കമൻസ് കേട്ടിട്ടുണ്ട്. എടാ, ഞാൻ ഈ അടുത്ത ആഴ്ച കാണത്തില്ല, അവൾ കയറി കുർബാന ചെല്ലാതെ നോക്കിക്കോണേ എന്ന് പറഞ്ഞ ചില വൈദികരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അത് വേണ്ട. താഴെ നിന്ന് വൈദികർക്ക് പരിശുദ്ധ സഭയിൽ അവർ നടത്തുന്ന ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന നല്ല അമ്മമാരായി നിങ്ങൾ മാറിക്കഴിയുമ്പോൾ നിങ്ങളുടെ സ്ഥാനം അഫ്രാത്ത് സിറിയൻ വിളിച്ച കന്യകമാർക്ക് തുല്യമായി മാറും. കന്യകമാരെ കാദീശെ എന്ന വാക്കുകൊണ്ടാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. വിശുദ്ധർ എന്ന വാക്ക്. സഭയുടെ വിശുദ്ധി, കന്യകാത്വം അതിൻ്റേതായ ആന്തരികാർത്ഥത്തിൽ കാത്തു സൂക്ഷിക്കുവാനായി വിളി ലഭിച്ചിരിക്കുന്ന ആളുകളാകുന്നു വൈദികരും അവരുടെ സഹധർമ്മിമാരും എന്ന് ഓർത്ത് മുന്നോട്ട് പോവുക എന്ന ആഹ്വാനത്തോടുകൂടി നിങ്ങളെല്ലാവരോടുള്ളതായ സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. വന്യനായ ഔഗേൻ റംബാച്ചനോടുള്ള എൻ്റെ പ്രത്യേക സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. കാരണം മറ്റു വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ആധ്യാത്മിക സംഘടനകളെയും ഓരോ സമയത്ത് വിളിച്ച് ഉചിതമായ രീതിയിലുള്ളതായ പദ്ധതികൾ ആവിഷ്കരിക്കുവാനായിട്ട് ഈ വർഷം ശ്രമിച്ചു എന്ന് കാണുന്നത് സന്തോഷകരമായൊരു കാര്യമാണ്. ഇതൊരു തുടക്കമാണ്. അടുത്ത വർഷം ഇതിനേക്കാൾ കൂടുതൽ അതുകൊണ്ട് ആളുകൾ വന്നു ചേരാനായിട്ട് ഇടയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അഭിമന്യ തിരുമേനിയുടെ നല്ല വാക്കുകൾക്ക് നന്ദിയുടെ പൂച്ചെണ്ടുകൾ അവിടുത്തെ തൃപ്പാദത്തിൽ അറിയിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ചെങ്ങന്നൂർ ഭദ്രാസനാധിപനും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സീനിയർ എപ്പിസ്കോപ്പയുമായ അഭിമന്യ തോമസ് മാർ അത്താനസ്യൂസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ടാണ്.
ഈ സംഘടനയുടെ അമരത്തേക്ക് അഭിമന്യ തിരുമേനി എത്തിയെന്നത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന വസ്തുതയാണ്. അവിടുത്തെ നേതൃത്വം ഞങ്ങൾക്ക് പുത്തൻ ഉണർവുകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിമന്യ തിരുമേനിയെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനും ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനുമായി അത്യാദരപൂർവ്വം ക്ഷണിക്കുന്നു. കതിരെ ശോഭിപ്പിക്കുന്നു. എൻ്റെ സഹോദരൻ അഭിയുദ്ധനായ ചെന്നൈ ഭദ്രാസനത്തിൻ്റെ ദിയസ്കോറോസ്മേരി, പരുമല സെമിനാരി മാനേജർ ഔഗൻ റംബാച്ചൻ, ഈ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ജോർജ് മാത്യു അച്ഛൻ ഉൾപ്പെടെയുള്ള മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ജനറൽ സെക്രട്ടറി ജെസ്സി കൊച്ചമ്മ, മറ്റ് വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നുള്ള ചുമതലക്കാരെ, കൊച്ചമ്മമാരെ, സുഹൃത്തുക്കളെ, പരുമല പെരുന്നാളോടനുബന്ധിച്ച് ഈ വർഷം ബസ്കിയാമ്മമാരുടെ ഒരു യോഗം കൊടുത്തപ്പോൾ ക്രമീകരിച്ച ചുമതലക്കാരെ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. പെരുന്നാളിനോട് അനുബന്ധിച്ച് ഒരാഴ്ച കാലം പല പദ്ധതികളും ആവിഷ്കരിച്ച കൂട്ടത്തിൽ ബസ്കിയാമ്മമാരുടെ ഒരു യോഗവും ക്രമീകരിച്ചതിൽ എനിക്ക് പ്രത്യേകമായ താല്പര്യമുണ്ട്. ബസ്കിയാമ്മ അസോസിയേഷൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു പൊതു പരിപാടിയും കൂടിയാണ് ഇത് എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതും പരുമല സമ്മേളനത്തിൽ നിന്ന് ആരംഭിക്കാനിടയായതിൽ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. എൻ്റെ ജീവിതവുമായി വളരെ ബന്ധമുള്ള ഒരു സ്ഥലമാണ് പരുമല ഖബർ. സഭ ഏത് ചുമതല എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞിരുന്നാലും ഞാൻ ഖബറിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ആ ജോലി ഏറ്റെടുത്തിരുന്നുള്ളൂ. ഞാൻ ഒരു സ്ഥലത്തും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. 95 സുപ്രീം കോടതിയിലെ ജഡ്ജ്മെൻ്റ് വരുന്ന അവസരത്തിൽ കേസിൻ്റെ ചുമതല എനിക്കായിരുന്നു. വെളുപ്പിന് 3 മണിക്ക് ഞാൻ ബഥയിൽ നിന്ന് എഴുന്നേറ്റ് ഇവിടെ വന്ന് ഖബറിൽ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ കൊച്ചി എയർപോർട്ടിലോട്ട് പോയിട്ടുള്ളൂ. എല്ലാ പ്രാവശ്യവും നമുക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു നിരീക്ഷണം അല്ലെന്നുണ്ട് ഫൈനൽ ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതിയിൽ ലഭിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഈ തിരുമേനി ഉൾപ്പെടെയുള്ള 14 തിരുമേനിമാരെ തിരഞ്ഞെടുത്ത അവസരത്തിൽ സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചുമതലക്കാരനും ഞാൻ തന്നെയായിരുന്നു. ഇന്നത്തേതുപോലെ തന്നെ അന്നും ഞാൻ പരുമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്ന അവസരത്തിലാണ് സ്ക്രീനിങ് കമ്മിറ്റിയുടെ യോഗങ്ങളൊക്കെ കൂടിയത്. ഞാൻ പരുമല ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഈ ഖബറിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് കോട്ടയത്ത് ദേവലോകത്ത് സ്ക്രീനിങ് കമ്മിറ്റിയുടെ മീറ്റിംഗ് പോയി അധ്യക്ഷം വഹിക്കുമായിരുന്നു. തിരിച്ച് പരുമല ഹോസ്പിറ്റലിൽ തന്നെ വരും. 2 പ്രാവശ്യവും സഭ ആഗ്രഹിച്ച പോലെ 14 തിരുമേനിമാരെ തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നതും പരുമല തിരുമേനിയുടെ മധ്യസ്ഥയും അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പ്രസ്ഥാനത്തിൻ്റെ ചുമതലയും ഇവിടെ വന്ന് ഇതിൻ്റെ ആദ്യത്തെ പ്രാരംഭ ചടങ്ങ് പങ്കെടുക്കാനിടയായത് ഒരു ദൈവനിശ്ചയമാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൊച്ചമ്മ സ്വാഗത പ്രസംഗത്തിൽ ഓർപ്പിച്ച പോലെ പല കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നാലും ഞാൻ കുറച്ച് ഹോംവർക്ക് ചെയ്യാറുണ്ട്. ഞാനിതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ കൊച്ചമ്മയായിട്ട് പങ്കിടുന്നതിനും എനിക്കിടയായിട്ടുണ്ട്. ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിനന്ദനായ തിരുമേനി കൊച്ചമ്മമാരുടെ പ്രാധാന്യം എന്താണെന്നും സഭാ പാരമ്പര്യത്തിൽ അവർക്കുള്ള സ്ഥാനം എന്താണെന്നുള്ളതും വ്യക്തമായി പറയുകയുണ്ടായി. അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഉടമ്പടിക്കാരി എന്നാണ് കൊച്ചമ്മമാർക്ക് പറയുന്നത്. എനിക്ക് ഓർമ്മ വന്ന സമയം മുതൽ ഞാനൊരു കൊച്ചമ്മയെ കണ്ടുകൊണ്ടാണ് ജീവിച്ചത്. മറ്റാരുമല്ല, എൻ്റെ വല്യമ്മച്ചി.
പുത്തങ്കാവിലെ തിരുമേനിയുടെ അമ്മ, എൻ്റെ അപ്പൻ്റെ അമ്മ ഒരു കൊച്ചമ്മയായിരുന്നു. 1.5 വയസ്സായ സമയം മുതൽ ഞാനൊരു വല്യമ്മയുടെ കൂടെ താമസിച്ചത്. ആ അവസരത്തിൽ പല നല്ല നല്ല കാര്യങ്ങളും പറഞ്ഞു തന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. രാത്രിയിൽ കിടക്കാൻ തുടങ്ങുന്ന സമയത്ത് ശാരീര നമസ്കാരമൊക്കെ കഴിയുന്നുണ്ടെന്ന് എന്നോട് പറയും, മോനെ പായയുടെ 4 കോണിലും ഓരോ കുരിശ് വരച്ചേക്കണം, അത് വലിയൊരു കോട്ടയാണ് എന്ന് എന്നോട് വല്യമ്മ പറഞ്ഞ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. സൺഡേ സ്കൂളിൽ പഠിച്ച സഭാചരിത്രവും തിയോളജിയും ഒക്കെ ഞാൻ മറന്നു. പക്ഷേ എൻ്റെ വല്യമ്മ പറഞ്ഞ ഈ ഒരു കാര്യം ഇന്നും എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ സൂക്ഷിച്ചു പിടിക്കുന്നുണ്ട്. അങ്ങനെ നല്ല നല്ല പല കാര്യങ്ങളും എൻ്റെ ബാല്യപ്രായത്തിൽ തന്നെ മനസ്സിലാക്കുന്നതിന് ഒരു കൊച്ചമ്മയിൽ നിന്ന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എൻ്റെ വല്യമ്മയുടെ ഗ്രേറ്റ്നെസ് എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. ഒരു മിത്രാപുരത്തായതിന് ശേഷം 1989 ആദ്യമായിട്ട് ഞാൻ അമേരിക്കയിൽ പോയ അവസരത്തിൽ എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്, പുത്തങ്കാവുകാരത്തിയാണ്. അവൾ അവിടെ നേഴ്സിംഗ് പാസ്സായി വളരെ കാലം മുമ്പ് തന്നെ അവിടെ ചെന്ന് മൈഗ്രേറ്റ് ചെയ്തു, അവിടെ സെറ്റിൽ ഡൗൺ ചെയ്തിരിക്കുകയാണ്. അവളുടെ ഒരു മകൻ്റെ കല്യാണം നടത്തിയത് ഞാൻ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് ചെന്ന അവസരത്തിൽ അവളുടെ വീട്ടിൽ എന്നെ ഉണ്ണാനായിട്ട് ക്ഷണിച്ചു. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ അവളുടെ വീട്ടിൽപ്പെട്ട പല ആളുകളുണ്ട്, സ്വന്തം ഒരു ആങ്ങളയുണ്ട്. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഇവൾ എന്നോട് പറഞ്ഞൊരു കാര്യം എൻ്റെ വല്യമ്മയെക്കുറിച്ച് വിരൽ ചൂണ്ടുന്ന ഒന്നായിരുന്നു. വലിയ നൊയമ്പിൽ അവളുടെ അമ്മ അവളോട് പറഞ്ഞു, എടി നീ പുത്തയാവും മണക്ക് പോയി കുറച്ച് മീൻ വാങ്ങിച്ചുകൊണ്ട് പോവാം വലിയ നൊയമ്പിൽ. അത് കഴിഞ്ഞുള്ള ഇൻസ്ട്രക്ഷൻ എന്തായിരുന്നറിയാമോ? കിഴക്കേത്തലക്കലെ പടിക്ക് ചെല്ലുമ്പം കൊച്ചമ്മ കാണാതെ, അതായത് എൻ്റെ വല്യമ്മ കാണാതെ പൈനുമൂട്ടിലെ വീടിൻ്റെ പുറകെ കൂടെ പോയി വാങ്ങിച്ച് അതുവഴി നീ പോരണം. നീ എൻ്റെ വല്യമ്മയുടെ ഗ്രേറ്റ്നെസ് എന്താണെന്നുള്ളത് 89 ഒരാൾ അവരുടെ അനുഭവം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ വല്യമ്മയെ പുത്തങ്കാവിലുള്ളവർക്കൊക്കെ ഭയമായിരുന്നു. കാരണം വൈദികനോട് ചേർന്ന് സഭാകാര്യങ്ങളിൽ താല്പര്യപൂർവ്വം പ്രവർത്തിച്ച ഒരാൾ, സഭയുടെ നിഷ്ഠകളൊക്കെ അതുപോലെ പാലിച്ച ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് സമൂഹത്തിന് ഭയമായിരുന്നു എൻ്റെ വല്യമ്മയെ. മറ്റൊരു കാരണമുള്ളത്, പുത്തങ്കാവ് തെരുവിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ തീ പുകയുന്നില്ല എന്ന് അറിഞ്ഞിരുന്നാൽ അമ്മച്ചി അവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു എൻ്റെ വല്യമ്മ. അപ്പം അങ്ങനെ സമൂഹത്തിൻ്റെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് എൻ്റെ വല്യമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് അവളുടെ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞൊരു കാര്യം, തിരുമേനി വലിയ നൊയമ്പിൽ എൻ്റെ ജോലിയായിരുന്നു കിഴക്കേത്തലയ്ക്കൽ ചെന്ന് ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് കിഴക്കേത്തലയ്ക്ക് വന്നിട്ട് ഭക്ഷണം എടുത്തുകൊണ്ട് ഞാൻ പള്ളിയിൽ അച്ഛനും കൊണ്ട് കൊടുക്കുമായിരുന്നു. എന്താ ഞാൻ മനസ്സിലാക്കിയത് അതിൽ നിന്ന്? വലിയ നൊയമ്പ് തുടങ്ങുന്ന അവസരത്തിൽ എൻ്റെ വല്യപ്പൻ പള്ളിയിലോട്ട് താമസം മാറ്റുമായിരുന്നു. ഇന്ന് അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ദുഃഖിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സഭയുടെ ആ പഴയ പാരമ്പര്യം തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനെന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്നായി സഭയിൽ പ്രാവർത്തികമാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ മിക്കവാറും ഭദ്രാസനങ്ങളിൽ വിവാഹത്തിന് മുമ്പ് കൗൺസിലിംഗ് നടത്താറുണ്ട്. ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് കൊച്ചമ്മമാർക്ക് വേണ്ടി പ്രത്യേകമായ ഒരു കൗൺസിലിംഗ് ക്രമീകരിച്ചുകൂടാ എന്നുള്ള കാര്യം. സെമിനാരിയിലെ വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കി കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും പെട്ടെന്ന് കല്യാണമൊക്കെ നടക്കാറുണ്ട്. എന്തുകൊണ്ട് കല്യാണത്തിന് മുമ്പ് ആ ബാച്ചിൽപ്പെട്ട ഷമ്മാശന്മാരുടെ കൊച്ചമ്മമാരെ പ്രത്യേകം സോഫിയ സെൻ്ററിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തോ വിളിച്ചു വരുത്തി അവർക്ക് നല്ല ഒരു ക്ലാസ്സൊക്കെ കൊടുത്ത് കൊച്ചമ്മമാരെ എങ്ങനെ അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ബോധവൽക്കരിച്ച് കിട്ടുന്നത് നല്ലതല്ലേ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ കടന്നു വന്ന് കഴിഞ്ഞു. ഒരു വൈദികൻ്റെ പാസ്റ്റൽ വർക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ കൊച്ചമ്മമാരുടെ പരിപൂർണ പിന്തുണ ആവശ്യമാണ്. അച്ഛനിങ്ങനെ രോഗികളെ സന്ദർശിച്ച് അവിടെ ഇവിടെയൊക്കെ പോയി ഭവന സന്ദർശനം നടത്തി ലേറ്റായിട്ട് വരുന്ന സമയത്ത്
കൊച്ചമ്മ മോന്തയും വീർപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അച്ഛൻ ഈ ജോലിക്ക് പോകത്തില്ല. അപ്പോൾ അച്ഛന്മാരുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുന്നത് കൊച്ചമ്മമാരാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉടമ്പടിക്കാരി എന്നുള്ളൊരു പേര് കിട്ടിയിരിക്കുന്നത്. അച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയുടെ പ്രവർത്തനത്തിന് പ്രവർത്തിക്കുന്ന ഒരു പറ്റം ആളുകൾ എന്നുള്ള നിലയിൽ വേണം ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ ഓർപ്പിക്കുവാനായിട്ടുള്ളൂ. ഈ സംഘടന കൂടുതൽ ശക്തിപ്പെട്ട് സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു സമൂഹമായി വൈദികരുടെ പാസ്റ്ററൽ വർക്കിൽ അവരെ സഹായിക്കുന്ന ശക്തമായൊരു സംഘടനയായി മാറണം എന്നാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്. ഈ പ്രവർത്തനം ഈ വർഷത്തെ പരമേൽ പെരുന്നാളിനോട് ചേർന്ന് ഇവിടെ തുടങ്ങിയെന്ന് പറയുന്നതിന് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച ഒരു വിജയത്തിൻ്റെ സൂചനയായിട്ട് ഞാൻ കാണുകയാണ് ചെയ്യുന്നത്. അതിന് ക്രമീകരണം ചെയ്ത ബഹുമാനമുള്ള റംബാച്ചനുള്ള നന്ദി ഞാൻ ഈ വർഷം അറിയിച്ചുകൊണ്ട് ഈ സംഘടനയ്ക്ക് എല്ലാ ആശംസകളും നേർന്ന് കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ദൈവമെമ്പുരാൻ ശക്തീകരിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. അഭിമന്യ തിരുമേനിയുടെ തൃപ്പാദങ്ങളിൽ നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. ശ്രുതിമധുരമായ ഒരു ഗാനം ആലപിക്കുന്നതിനായി ശ്രീമതി ലില്ലിക്കുട്ടി കൊച്ചുമേയും ശ്രീമതി ഷൈബ കൊച്ചുമേയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആശ്വസിപ്പിക്കണേ അരുമനാഥാനിൻ തൃക്കരത്താൽ അരികത്തണഞ്ഞെന്നെ ആശ്വസിപ്പിക്കണേ അരുമനാഥാനിൻ തൃക്കരത്താൽ ആവോളമെന്നെ ചേർത്തണച്ചിടണേ ആത്മനാഥാ ആവോളമെന്നെ ചേർത്തണച്ചിടണേ ആത്മനാഥാ നിന്മാർവിടത്തിൽ അരികത്തണഞ്ഞെന്നെ ആശ്വസിപ്പിക്കണേ അരുമനാഥാ നിൻ തൃക്കരത്താൽ ഇഹലോക ദുരിതങ്ങൾ വൻമേഘം പോലെന്നെ മൂടുന്ന കൂരിരുൾ വേളകളിൽ ഇഹലോക ദുരിതങ്ങൾ വൻമേഘം പോലെന്നെ മൂടുന്ന കൂരിരുൾ വേളകളിൽ അരുണകിരണമായി വാരമേഘി വന്ന് വെളിച്ചമേകണമേ ജീവനാഥ അരുണകിരണമായി വാരമേഘി വന്ന് വെളിച്ചമേകണമേ ജീവനാഥ അനുഗ്രഹം നൽകണേശുനാഥ അരികത്തണഞ്ഞെന്നെ ആശ്വസിപ്പിക്കണേ അരുമനാഥാ നിൻ തൃക്കരത്താൽ ഊഷരഭൂമി ഉഴറി നടക്കാതെ വഴി നടത്തിയിടണേ ആത്മനാഥാ ഊഷരഭൂമി ഉഴറി നടക്കാതെ വഴി നടത്തിയിടണേ ആത്മനാഥാ ദീനരോധനങ്ങൾക്ക് ചെവി കൊടുത്തെന്നെ നീ സൗഖ്യമാക്കിയിടണേ നല്ല വൈദ്യ ദീനരോധനങ്ങൾക്ക് ചെവി കൊടുത്തെന്നെ നീ സൗഖ്യമാക്കിയിടണേ നല്ല വൈദ്യ കണ്ണുനീർ മായ്ക്കണേ ശുദേവാ
തണച്ചിടണേ ആത്മനാഥ നിന്മാർവിടത്തിൽ ആവോളമെന്നെ തണച്ചിടണേ ആത്മനാഥ നിന്മാർവിടത്തിൽ അരികത്തണഞ്ഞെന്നെ ആശ്വസിപ്പിക്കണേ